ഡോക്ടർ ബി.ആർ. അംബേദ്കർ വിവാദത്തിൽ അമിത്ഷായെ കടന്നാക്രമിച്ച് നടനും ടി.വി.കെ തലവനുമായ വിജയ്. ചിലർക്ക് അംബേദ്കർ എന്ന പേരിനോട് അലർജിയാണെന്നും അദ്ദേഹത്തെ അവഹേളിക്കുന്നതിനെ അംഗീകരിക്കാനാവില്ലെന്നും വിജയ് പറഞ്ഞു. അംബേദ്കറിലൂടെയാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം അറിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് ഓരോ നാവിലും മുഴങ്ങുമെന്നും വിജയ് പ്രതികരിച്ചു. അതേസമയം മുഖ്യമന്ത്രി സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവർ അടക്കമുള്ള തമിഴ്നാട്ടിലെ നേതാക്കളെല്ലാം കക്ഷിഭേദമന്യേ അമിത്ഷായുടെ പരാമർശനത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. പാപം ചെയ്യുന്നവർ മാത്രമേ പുണ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടൂ. രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും ഭരണഘടനയെക്കുറിച്ചും ചിന്തിക്കുന്നവർ വിപ്ലവകാരിയായ അംബേദ്കറുടെ പേര് മാത്രമേ പറയൂ. അത് പരാമർശിക്കേണ്ടതാണ് എന്നാണ് സ്റ്റാലിൻ എക്സിൽ കുറിച്ചത്. അമിത്ഷായുടെ പരാമർശത്തിൽ അപലപിക്കുകയാണെന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പ്രതികരണം. കൂടാതെ നിങ്ങൾ ആദ്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ ശ്രമിക്കാനും ഭരണഘടന തകർക്കണമെന്ന വൈരാഗ്യ ബുദ്ധിയുമായി നടക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാകുമെന്നും അംബേദ്കർ നൽകിയ ഭരണഘടനയെ എങ്ങനെയെങ്കിലും തകർക്കാൻ വെമ്പൽ കൊള്ളുന്ന ഫാസിസ്റ്റുകൾ അംബേദ്കറുടെ രോക്ഷാകുലമാകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് 100 ഇരട്ടി ഉച്ചത്തിൽ നമുക്ക് ഉച്ചരിക്കാമെന്നുമാണ് ഉദയനിധി പറഞ്ഞത്. AIADMK വക്താവ് D. ജയകുമാറും അമിത്ഷായ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു. അംബേദ്കറിനെതിരായ ഏത് അവഹേളനവും ജനം തള്ളിക്കളയുമെന്നും അമിത്ഷായുടെ പരാമർശം BJPയെ തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ അമിത്ഷാ നടത്തിയ പ്രസംഗമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഒരുപാട് നേരം അംബേദ്കർ അംബേദ്കർ എന്ന് പേര് തുടർച്ചയായി പറയുകയും ഇതിപ്പോൾ ഒരു ഫാഷനായിരിക്കുകയാണെന്നുമാണ് അമിത്ഷായുടെ പരിഹാസം. ഇത്രയും തവണ ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ 7 ജന്മത്തിലും സ്വർഗം ലഭിച്ചേനെയെന്നും അംബേദ്കറുടെ പേര് കോൺഗ്രസ് ആവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട്, പക്ഷെ അദ്ദേഹത്തോടുള്ള അവരുടെ യഥാർത്ഥ താല്പര്യം എന്താണെന്ന് കൂടി ഉറക്കെ പറയണമെന്നുമായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. അതേസമയം വിവാദ പരാമർശത്തിൽ അമിത്ഷാ മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. എന്നാൽ തന്റെ വാക്കുകൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് അംബേദ്കറിനോട് ചെയ്ത കാര്യങ്ങൾ ഇതുകൊണ്ടൊന്നും ഇല്ലാതാകില്ലെന്നും അമിത്ഷായും പ്രതികരിച്ചു.